ഇന്നത്തെ ഒരു ചെറിയ സന്തോഷ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു പരിപാടിക്ക് ഒരുങ്ങുകയാണ്. കുറച്ച് നേരമായി സൈന് കൂടെ നടക്കുന്നു, ചക്ക പഴുത്ത് വാസനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ചക്ക അങ്ങ് എടുത്ത് മുറിക്കാമെന്ന് വിചാരിച്ചു. ചക്ക ചെറുതാണെങ്കിലും മുറിക്കാൻ വേണ്ടി കുറച്ച് പാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം ചക്ക മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വരിക്കച്ചക്കയല്ല, പഴഞ്ചക്കയാണ്. പഴഞ്ചക്ക മുറിച്ച് കഴിഞ്ഞുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി നമുക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് അതിൻ്റെ ചുളകൾ എടുക്കാം. അപ്പോൾ ഞാൻ ഈ പേപ്പർ കൊണ്ട് തന്നെ ഈ വെളിഞ്ഞീനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ചക്ക നന്നാക്കാനും ചക്ക കഴിക്കാനൊക്കെ ഏറ്റവും വെറുപ്പുള്ളൊരു സംഗതിയാണ് വിളഞ്ഞീന്. അപ്പോൾ പഴഞ്ചക്ക ആകുമ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് ഇല്ലാതെ അത് ഇരിഞ്ഞ് വേഗം കഴിക്കാൻ പറ്റും. കാരണം പഴഞ്ചക്കയുടെ തൊലി മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പഴഞ്ചക്ക കഴിക്കട്ടോ. അതാ ഈ തൊലി ഫുള്ളായിട്ട് ഇങ്ങ് മാറ്റും. അപ്പോൾ നമുക്ക് ആ തൊലി കൊണ്ട് തന്നെ അതിൻ്റെ വിളഞ്ഞിയൊക്കെ മാറ്റാം. നമുക്ക് പഴഞ്ചക്ക ഇല്ല, ഇത് ഉപ്പാൻ്റെ അനിയൻ്റെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ നമ്മളത് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് CH സെൻ്ററിൽ നിന്ന് നമ്മളെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ പഴഞ്ചക്ക. ആദ്യമൊന്നും എനിക്ക് പഴഞ്ചക്ക അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ പഴഞ്ചക്കനോട് വല്ലാത്തൊരു ക്രേസാണ് കേട്ടോ. അതെന്താണെന്നറിയോ, വിളഞ്ഞാവും എന്നുള്ള പേടി കൊണ്ട് മടി കാണിക്കുകയാണ്. നമുക്ക് മടിയില്ലാത്ത കാലത്ത് പഴഞ്ചക്ക ഇഷ്ടമല്ലായിരുന്നു, അന്ന് വരിക്കച്ചക്കയായിരുന്നു ഇഷ്ടം. ഇപ്പോൾ പഴഞ്ചക്ക കൂനൂരിക്കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഈസി ആയിട്ട് കഴിക്കാമല്ലോ. പിന്നെ പഴഞ്ചക്ക മഴ നനഞ്ഞാൽ ടേസ്റ്റ് കുറയുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് മഴ കൊണ്ടിട്ടില്ലേന്നാവോ. നല്ല മധുരം ഉണ്ടായിരുന്നു, അടിപൊളി ചക്കയായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു ചുളകളായിരുന്നു കേട്ടോ, വലിയ ചുളകളല്ല, ചെറിയ ചെറിയ ചുളകൾ. അപ്പോൾ കുട്ടികൾക്കായാലും ഊമ്പി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇന്നത്തെ ഈ ചക്ക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് എന്നിട്ട് പോകണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.